രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പിച്ചോണം. എന്റെ വീട്ടിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെ പോയാലും ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അത് സൗഖ്യത്തിന്റെ അന്തരീക്ഷമായിക്കോട്ടെ, സമാധാനത്തിന്റെ അന്തരീക്ഷമായിക്കോട്ടെ, അത്ഭുതത്തിന്റെ അന്തരീക്ഷമായിക്കോട്ടെ, ഞാൻ എവിടെ ചെന്നാലും ഞാൻ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഞാൻ ആ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന സമയത്ത് ലോകത്തിൽ ഏത് വിഷയം വന്നാലും ഞാൻ കുടുങ്ങി പോകത്തില്ല. ഞാൻ ഇന്ന് രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മളത് കേട്ടു. ഇന്ന് അതിന്റെ ബാക്കി ഭാഗം പോലെ നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് മറ്റൊന്നുമല്ല, ഈ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പരിശുദ്ധ ആത്മാവിനെ പറ്റിയാണ്. ഇന്നലെ നമ്മൾ കേട്ടു എങ്ങനെയാണ് നമ്മുടെ വീടിന്റെ അകത്ത്, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു വചനം പറയുമ്പോൾ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നതെന്നും, രണ്ടാമതായിട്ട് ഇതിന് വിരോധമായി പൊങ്ങുന്നതിനെ എങ്ങനെ ഇടിച്ചു കളയാമെന്നും കേട്ടു. ഇന്ന് നമ്മൾ കർത്താവിന്റെ തിരുവചനത്തിലൂടെ മറ്റൊരു വചന ഭാഗങ്ങൾ നമ്മൾ കേൾക്കാം. അതിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ആ വാക്യത്തിലൂടെ തന്നെ നമുക്ക് ഈ വചനത്തിലൂടെ പ്രവേശിക്കാം. എല്ലാവരും വചനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി പരിശുദ്ധാത്മാവ് തീർക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് എന്റെ കൂടെ ഈ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം: കർത്താവ് എന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ പ്രവർത്തികളെ എന്റെ കൂടെ ഇന്ന് കർത്താവ് ഉള്ളത് കൊണ്ട് ഇന്ന് ഞാൻ ആ ദൈവപ്രവൃത്തിയെ കാണാൻ ഇടയായിത്തീരും. ദൈവപ്രവൃത്തിയെ അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ ഇങ്ങനെയാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേട്ടത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും എന്ന് ബൈബിളിൽ പറയുന്നു. നിങ്ങളോട് കേട്ടോണം: സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ 16:13. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേകത, പരിശുദ്ധാത്മാവ് വന്നിട്ട് നിങ്ങളെ വഴി നടത്തുവാൻ കഴിയും. അപ്പൊ ഞാൻ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദൈവഹിതം എന്നൊരു വാക്ക് നമുക്ക് ബൈബിളിൽ പലയിടങ്ങളിലും കാണാൻ പറ്റും. ദൈവഹിതം, ദൈവഹിതം ഇന്ന് നിന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്നൊക്കെ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ് ദൈവഹിതം? ദൈവഹിതം എന്ന് പറഞ്ഞാൽ കർത്താവ് എന്താണോ വെച്ചിരിക്കുന്നത് ആ പദ്ധതികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ട് രീതിയിലുണ്ട് ദൈവഹിതം. ഒന്ന്, കർത്താവിന്റെ വചനം ദൈവഹിതമാണ്. കർത്താവിന്റെ വചനം നമുക്ക് ദൈവഹിതമാണ്. രണ്ട്, പ്രവചന ആലോചനകളിലൂടെ നമ്മൾ പലപ്പോഴും ചിലത് പറയാറുണ്ട്, ബ്രദറെ ഞാൻ ആ ആലോചന എന്റെ ജീവിതത്തിൽ കേട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സാക്ഷ്യം കേട്ടല്ലോ, ആലോചന എന്റെ ജീവിതത്തിൽ അതേപോലെ സംഭവിച്ചു. ദൈവഹിതം, ദൈവഹിതം അങ്ങനെ സംഭവിച്ചു. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു വചനം നിങ്ങളുടെ കുടുംബത്തിൽ പറയുന്ന സമയത്ത് ആ വചനം നിങ്ങൾ ചിന്തിക്കും, ഞാൻ എടുത്താൽ പൊങ്ങാത്തൊരു വാക്യം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോവുക. നിങ്ങൾ പറയുകയാണ്, എന്റെ ദൈവമോ, നമ്മൾ കടഭാരം മാറാനുള്ള വാക്യം, എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെ, ഓൾ യുവർ നീഡ്സ്, എന്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ സമ്പത്തിനൊത്തവണ്ണം എന്റെ സകല കടഭാരങ്ങളും തീർത്തു തരും. അപ്പൊ ഒരു എമൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, എന്റെ ദൈവമോ 10 ലക്ഷം രൂപ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്ത് തരും എന്ന് ഞാൻ പറയുക. അപ്പൊ ഇന്ന് ഞാൻ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, ഇന്ന് ഞാൻ പറയുന്ന സമയത്ത് എന്റെ മുമ്പിൽ ഒരു സാധ്യതയില്ല. 10 ലക്ഷം രൂപ തന്ന് സഹായിക്കാൻ ഒരു സാധ്യതയില്ല. അപ്പൊ എന്റെ കുടുംബത്തിൽ മുഴുവനും കടത്തിന്റെയും കടഭാരത്തിന്റെയും പ്രശ്നത്തിന്റെയും വെല്ലുവിളിയുടെയും പ്രതികൂലത്തിന്റെ ഒക്കെ ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. കടം കൊടുക്കാനുള്ളവനും മേടിക്കാനുള്ളവനും ഒക്കെ വിളിച്ച് ഭയങ്കര ബഹളമാണെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ കർത്താവിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ അവിടെ പരിശുദ്ധ ആത്മാവ് എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങൾ പറയുന്ന വചനത്തിൽ നിങ്ങളെ നടത്തുവാൻ ഇറങ്ങി വരും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളൊരു വചനം പറയുമ്പോൾ ആ വചനത്തിൽ പരിശുദ്ധ ആത്മാവ് നിങ്ങളെ നടത്തുവാൻ ഇറങ്ങി വരും. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ പറയുന്നത് കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് തയ്യാറല്ല. പല ആൾക്കാരും പറയണം, പരിശുദ്ധാത്മാവെ അത് ചെയ്യണം, ഇത് ചെയ്യണം. അങ്ങനെ ഒരിക്കലും പറയരുത്. പരിശുദ്ധ ആത്മാവ് ദൈവമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ നാവിൽ കർത്താവിന്റെ വചനം ഉണ്ടായിരിക്കണം.
ദൈവത്തിന്റെ വചനം നിങ്ങളുടെ വായിലുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഇപ്പൊ ഞാൻ ഇന്ന് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഒക്കെ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ, ഇതുമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും സ്വീകരിച്ചോണം. നിങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചു പറയാം, എന്റെ ദൈവമോ എന്റെ ഇത്ര ഫിനാൻഷ്യൽ ആ സാമ്പത്തിക നന്മയെ പറ്റി പറയുകയാണ്, എന്റെ ദൈവം 10 ലക്ഷം രൂപ മുഖത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ പറയുന്ന വചനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരുവാൻ ശ്രദ്ധിച്ചോണം. പരിശുദ്ധ ആത്മാവ് എപ്പോഴും പ്രവർത്തിക്കുന്നത് ദൈവ വചനത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ വചനത്തിൽ നിങ്ങളെ നടത്തും. ആ വചനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, നടത്തും. അപ്പൊ നിങ്ങൾ പറയുന്ന വചനം, അപ്പൊ ഇന്നലെ വരെ നമ്മൾ കേട്ടു വചനം പറയണം, വചനം പറയുന്നതിന് വിരോധമായതിനെ നമുക്ക് ഇടിച്ചു കളയണം, അങ്ങനെയുള്ള സങ്കല്പങ്ങളും വിചാരങ്ങളെ ഇടിച്ചു കളയണം. അപ്പൊ ഈ വചനം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വചനം പറയുമ്പോൾ പരിശുദ്ധ ദൈവം അല്ലെങ്കിൽ ദൈവശക്തി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ പറയുന്ന വചനത്തിന്റെ മേൽ നിറയും. എന്നിട്ട് ഈ വചനത്തിൽ നിങ്ങളെ നടത്തും. ആമേൻ. നിങ്ങൾക്കറിയാം പഴയ നിയമത്തിൽ ദാവീദ് എന്ന് പറയുന്ന ഒരു രാജാവിനെ പറ്റി നമുക്ക് കേൾക്കുന്നുണ്ട്. ദാവീദ് രാജാവിനെ പറ്റി നമ്മൾ 2-3 പ്രാവശ്യം ആ ഒരു വചനം നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. ദാവീദ് തന്റെ മുമ്പിൽ നിൽക്കുന്ന ആ വലിയ സൈന്യം, അനാഖ്യനായ ഒരു മല്ലൻ, ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയൊരു മല്ലൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുക. അപ്പൊ ഈ മല്ലനോട് എതിർക്കുവാൻ അവിടെയുള്ള രാജാവിനോ പടനായകന്മാർക്കോ, എന്തിന് തന്റെ സഹോദരന്മാർക്ക് പോലും കപ്പാസിറ്റി ഇല്ല. ഇവരെല്ലാവരും വിഷമിച്ച് പേടിച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ദാവീദ് വന്നൊരു വെല്ലുവിളി വിളിക്കുകയാണ്, ഇവനെ ഞാൻ തോപ്പിക്കും. ശ്രദ്ധിച്ചോണം, ഇവനെ ഞാൻ തോപ്പിക്കും, ഇവനെ ഞാൻ മറിച്ചിടും, ഇവന്റെ തല ഞാൻ എന്ത് ചെയ്യും, അതായത് ഇന്ന് കൊല്ലാൻ നിൽക്കുന്ന ഈ ഒരു ശക്തിയെ ഞാൻ തകർക്കുമെന്ന് ആര് പറയുകയാണ്? ദാവീദ് രാജാവ് പറയുകയാണ്. അപ്പൊ ദാവീദ് രാജാവ് ഇത് പറയുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പിച്ചോണം, തനിക്കിത് പറയാൻ എന്താണ് കപ്പാസിറ്റി, തന്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇത് താൻ എന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഗോലിയാത്തിനെ മറിക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ടോ? നിങ്ങൾ പറ. ഇത്രയും വലിയൊരു അനാഖ്യ, ബൈബിൾ വായിച്ചവർക്ക് അറിയാൻ പറ്റും, അത്രയും വലിയൊരു മല്ലനെ 5 അടി പൊക്കം അല്ലെങ്കിൽ 6 അടി പൊക്കം ഉള്ള ഈ ദാവീദിനെ മറിച്ചിടാൻ പറ്റുമോ? ഇല്ല. ഒക്കത്തില്ല. ഇല്ല. 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 ഉറപ്പാണോ? കഴിയില്ല. ഉറപ്പാണ്. ഉറപ്പാണ്. ആമേൻ. ആ വ്യക്തിക്ക് മറിച്ചിടാൻ കഴിയത്തില്ല. പക്ഷെ ഒരു കാര്യം ദാവീദിന് അറിയാം, തന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നീ രാജാവാണ്, നിന്റെ മേൽ രാജകീയ അഭിഷേകമുണ്ട്, നീ കാട്ടിൽ കിടക്കേണ്ടവനല്ല. താൻ അതിൽ വിശ്വസിക്കുന്നയാളാണ്. തന്റെ അകത്തൊരു വചനമുണ്ട്. തന്റെ അകത്തെ വചനം മറ്റൊന്നുമല്ല, നിന്റെ മേൽ രാജകീയ അഭിഷേകമുണ്ട്. അപ്പൊ ഈ ഒരു പ്രോമിസ് തന്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട് താൻ അത് വിശ്വസിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവിന് ദാവീദിനെ ശക്തീകരിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. ഇപ്പൊ മനസ്സിലായോ? പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്ന വഴിയിൽ പോകുന്നതല്ല. പരിശുദ്ധാത്മാവ് ദൈവ വചനം ഒരാൾ വിശ്വസിച്ചാൽ ആ വചനത്തിൽ ആ വ്യക്തിയെ നടത്തും. ആ വചനത്തിൽ ഒരു വ്യക്തി വിശ്വസിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ എന്ത് പ്രതിസന്ധി വന്നാലും വചനം അകത്തുള്ള വ്യക്തി, അതാണ് നിങ്ങൾ ആ വചനഭാഗം ഞാൻ എടുക്കുന്നില്ല, ആ വചനഭാഗം നിങ്ങൾ നോക്കണം. അവിടെ വലിയ മല്ലനോട് ദാവീദ് പറയാം, ഞാൻ നിന്നെ വീഴ്ത്തും എന്ന് ഓർത്തോണം. ഒരു രാജ്യത്തിലെ മുഴുവൻ സൈന്യവും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ദാവീദ് പറയുകയാണ്, ഞാൻ നിന്നെ വീഴ്ത്തും, ഞാൻ നിന്നെ മറിച്ചിടും, ഞാൻ നിന്നെ തകർക്കും, ഞാൻ നിന്നെ എന്ത് ചെയ്യും, ഈ സകല ജനവും കാണുകയും നിന്നെ പരാജയപ്പെടുത്തും. തനിക്കത് പറയാനുള്ള കോൺഫിഡൻസ് എവിടുന്ന് കിട്ടിയെന്നറിയാവോ? ദൈവത്തിന്റെ വാഗ്ദത്തം. അഥവാ ദൈവത്തിന്റെ വചനം തന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം തനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ഭയങ്കര ഒരു കോൺഫിഡൻസാ. തനിക്കറിയാം കർത്താവിന്റെ വചനം തന്റെ ഉള്ളത്തിലുണ്ട്, കർത്താവിന്റെ വചനം തന്റെ ഉള്ളത്തിലുണ്ട്, തന്നെ നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് മല്ലൻ വന്നാലും ഏത് ശക്തി വന്നാലും അതിനെ മറിച്ചിടാൻ വേണ്ടി പോവുകയാണ്, അതിനെ തകർക്കുവാൻ പോകുവാണ്, അതിന്റെ മേൽ ജയമെടുക്കാൻ പോകുവാണെന്ന് നല്ല ഉറപ്പ് ഈ മനുഷ്യനുണ്ട്. ഈ ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിന്നെ മറിച്ചിടും. കാര്യം താൻ വിശ്വസിക്കുന്ന വചനത്തിൽ തന്നെ നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളൊരു വചനം വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നടത്തുവാൻ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ ചിന്തിക്കരുത് ഈ ദിവസങ്ങളിൽ ബദറെ ഞാൻ കുറെ വചനം ഇങ്ങനെ വാദവരാതെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോൾ വല്ലതും നടക്കുവോ? നടക്കും. എന്നാ നടക്കാൻ പോകുന്നറിയാവോ?
പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തും. നിങ്ങൾ പറയുന്ന വചനത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കി തരുവാൻ, നിർമ്മിച്ചു തരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഈ കഴിയുന്നയാളെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? വിശ്വസിക്കുന്നത്. പരിശുദ്ധാത്മാവിന് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാം. ആമേൻ. പരിശുദ്ധാത്മാവിന് വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ പ്രവർത്തിക്കണമെന്ന്. ആമേൻ. എപ്പോൾ പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധാത്മാവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ വാക്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാക്യം ഏതാണ്? സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തുവാനുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളുടെ എന്റെ മേൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നിൽക്കുന്ന ഒരു പോയിന്റ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ ഈ വചനമൊക്കെ പറയുമ്പോൾ എന്റെ വീട്ടില് വല്ല അന്തരീക്ഷം ഉണ്ടാവുമോ? ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ആ വചനത്തിൽ നടത്തുവാൻ പരിശുദ്ധാത്മാവ് റെഡിയാണ്. പക്ഷെ നമുക്കൊരു ബലം ശ്രദ്ധിച്ചോണം. എന്തുകൊണ്ടാണ് ദാവീദിന്റെ മുമ്പിൽ, നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5 അടി പൊക്കമുള്ളെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 6 അടി പൊക്കമുണ്ടെന്ന് കൂട്ടിക്കും. നിങ്ങളുടെ കൺമുമ്പിലേക്ക് 10 അടിയോ 20 അടിയോ 30 അടിയോ പൊക്കമുള്ള ഒരു മനുഷ്യൻ, അജാനബാഹുവായ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുക. അയാൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി ധൈര്യം പോകും, അല്ലെ? പക്ഷെ ദാവീദിന്റെ ധൈര്യം ചോർന്നു പോകുന്നില്ല. ദാവീദിന്റെ ശക്തി ചോർന്നു പോകുന്നില്ല. അതിന്റെ കാരണം ദാവീദിനറിയാം, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം എന്റെ അകത്തൊരു വചനം ഇട്ടിട്ടുണ്ട്. നീ രാജാവാണ്. മനസ്സിലാകുന്നുണ്ടോ? നീ രാജാവായി അഭിഷേകം ചെയ്തവനാണ്. അങ്ങനെയെങ്കിൽ നിന്റെ അകത്ത് ആ വചനം ലഭിച്ചപ്പോൾ തന്നെ ആ രാജാവായി നിന്നെ നടത്തുവാൻ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാജകീയ അഭിഷേകമുള്ള എന്റെ മുമ്പിൽ ഒരുത്തനും നിൽക്കാൻ ധൈര്യമില്ല. ഈ ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. ഈ ദിവസങ്ങളിൽ വചനം പറയുമ്പോൾ ഈ വചനം എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സാധിക്കും. എന്നെ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്ന വചനത്തിൽ നടത്തും. നിങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ട് പറയണം, എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. വചനത്തിലുണ്ടോ? ഉണ്ട്. ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം എന്റെ കുടുംബത്തിലുണ്ട്. ബൈബിൾ അങ്ങനെ പറയുന്നു. അങ്ങനെയെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ആ വചനത്തിൽ ദൈവം നിങ്ങളെ നടത്താൻ പോവാണ്. ആമേൻ. എനിക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിടെ മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നതായിട്ടുണ്ട്. പറയാം, മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് എന്തോ ഒരു കാര്യം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണ്? മോഹനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുവാണ്. ഇന്ന് സൂമിലാണെങ്കിൽ അത് ഏറ്റെടുത്തോ. ആരാത്? എന്റെ ബ്രദർ ആണ് മോഹൻ. സിസ്റ്റർ ഏറ്റെടുത്ത് മോഹനെ ദൈവം സ്പർശിക്കുന്നതായിട്ട് കർത്താവ് പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. മോഹനെ പരിശുദ്ധാത്മാവിനെ സ്പർശിക്കുക എന്ന് പറയുന്ന ഈ ദിവസങ്ങളിൽ മോഹന്റെ ലൈഫിൽ കർത്താവ് വലിയൊരു ടേണിങ്ങിനെ ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ പറയണം. ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ സ്ഥിതികളെ മാറ്റാൻ പോകുന്നു എന്ന് മോഹനെ നോക്കി പറഞ്ഞോണം. കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയൊരു നന്മ തുറക്കാൻ വേണ്ടി പോവാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഈ വചനം നിങ്ങൾ കേട്ടോണ്ടിരുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് മറിഞ്ഞ് താഴെ പോകാൻ വേണ്ടി പോവാണ്. നിങ്ങൾ മ്യൂട്ട് ചെയ്തോണേ. നിങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് മറിയാൻ പോവാണ്. കാര്യം നിങ്ങളൊരു വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങി വരുമോ? ആലോചിച്ച് നോക്കി. നമ്മൾ എന്തെങ്കിലും പരിശുദ്ധാത്മാവ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങളിപ്പോ പരിശുദ്ധാത്മാവെ ഓടിവാ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വരത്തില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിൽ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതിനർത്ഥം നിങ്ങൾ പോകുന്ന വഴിയിൽ പരിശുദ്ധാത്മാവ് പോകത്തില്ല. നിങ്ങൾ പറയുന്ന വചനത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തും. അതുകൊണ്ടാണ് പലരും പറയത്തില്ല, ബ്രദറെ ഞാൻ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വലിയൊരു അത്ഭുതം കണ്ടു. അതിന്റെ കാര്യം എന്താണെന്നറിയാവോ? നിങ്ങൾ ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ആ വചനത്തിൽ നിങ്ങളെ നടത്തിയതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെ കുടുംബത്തെ നോക്കിയിട്ട്, നിങ്ങളുടെ ഓഫീസിൽ നോക്കിയിട്ട് നിങ്ങൾ വചനം പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയാവോ? ആ വചനം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ പോകുന്ന സ്ഥലത്തും നിങ്ങളുടെ ഓഫീസിലും നിങ്ങളുടെ എവിടെയൊക്കെയാണോ ആ വചനം നിങ്ങളെ നടത്തുവാൻ തുടങ്ങും. ആ വചനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? ശക്തി പകരുവാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മാവിന്റെ ചില പ്രത്യേകതകളെ ഞാൻ മറ്റൊരു വാക്യത്തിലൂടെ കാണിച്ചു തരാം. ഈ സദൃശവാക്യത്തിലെ ഒരു വാക്യമാണ്. 1 ശമൂവേലിന്റെ പുസ്തകത്തിന്റെ അകത്ത് 10-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ്. 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോട് കൂടെ പ്രവചിക്കും. നീ ആള് മാറിയവനായി തീരും.
ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നു നീ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആള് മാറും. എന്നോട് കർത്താവ് പറയുന്ന ഒരു അനിലുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് വലിയൊരു വാക്തത്വം ഇപ്പൊ തുറക്കാൻ പോവാം. അനിലിനെ കർത്താവ് എന്നെ കാണിക്കുന്നു. അനിലിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സ്പർശനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവ് പറയുന്നത് അനിലുമായിട്ട് ബന്ധപ്പെട്ട അനിലിന്റെ ഒരു സഹോദരിയുണ്ട്. അനിലിന്റെ സഹോദരിയും അനിലും അങ്ങനെ കടന്നു. അനിലിന്റെ ഒരു സഹോദരിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ സഹോദരിക്ക്, അനിലിന്റെ ഈ സഹോദരിക്ക് ഒരു പെൺ തലമുറയെ ഞാൻ കാണുന്നു. വലിയ കൊച്ചല്ല, ചെറിയൊരു കൊച്ചിനെ ഞാൻ കാണുന്നത്. തീരെ കുഞ്ഞല്ല, ഒരു ചെറിയ കൊച്ചിനെ ഞാൻ കാണുന്നത്. ആ ഒരു പെൺ തലമുറയും അനിലിനെയും അനിലിന്റെ സഹോദരി ആ ഒരു പെൺ തലമുറയിനെയും പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് കർത്താവ് എന്നെ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ആമേൻ. അപ്പൊ ഇവിടെ വചനത്തിൽ വ്യക്തമായിട്ട് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും? നിങ്ങൾക്ക് ഈ വാക്യമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ അവസ്ഥകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. അപ്പൊ ഇവിടെ വചനം പറയുകയാണ്, യഹോവയുടെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. അപ്പൊ യഹോവയുടെ ആത്മാവ് വെറുതെ വരുമില്ല. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ അകത്തൊരു വചനം വേണം. നിങ്ങളിപ്പോ വചനം വീടിന്റെ അകത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവ് എന്റെ ബ്രദറെ, എന്റെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ പറയാം, യഹോവ എന്റെ ഇടയിലാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബ്രദറെ, ഇത് പറഞ്ഞുകൊണ്ടിരുന്ന വല്ലതും നടക്കും. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് കൊണ്ടുവരിക. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് നിങ്ങൾ എങ്ങനെ കൊണ്ടുവരും? പരിശുദ്ധാത്മാവെ ഓടിവാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരുന്നില്ല. എന്തിനാ പരിശുദ്ധാത്മാവ് വരുന്നത്? പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾ പറയുന്ന വചനത്തിന് ജീവൻ വെക്കും. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനമുണ്ടല്ലോ, ഇപ്പൊ അത് അക്ഷരമാ, ഇപ്പൊ അത് വെറും വാക്കുകളാ. പക്ഷെ ഈ വചനത്തിന്റെ ശക്തി കാണണമെങ്കിൽ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ മേൽ വെളിപ്പെടണം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിപ്പാൻ തക്കതായിട്ടുള്ള ഒരു അവസരത്തെ നമുക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ വചനം പറയുമ്പോൾ ആ വചനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിക്കുവാൻ, നിങ്ങളെ നടത്തുവാൻ, ആ വചനം നടത്തി തരുവാൻ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണമായിട്ട് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ തരും. ഇപ്പൊ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന്റെ വചനമാണത്, സാമ്പത്തിക നന്മയ്ക്കുള്ള വചനമാണത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, ബ്രദറെ എനിക്ക് 10 ലക്ഷം രൂപ കടമുണ്ട്, എനിക്ക് ഭയങ്കര വലിയ കടത്തിന്റെ അകത്ത് ഞാൻ പൊക്കോണ്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്റെ ദൈവമോ 10 ലക്ഷം രൂപ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്ത് തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നും കാണുന്നില്ല. ആൾക്കാർ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരുന്ന കടം മാറുമോ? ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ പറയുന്നത് വചനമാണോ? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വചനമാണോ? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങൾ പറയുന്ന വചനത്തിൽ നിങ്ങളെ നടത്തുവാൻ ഇറങ്ങി വരും. നിങ്ങളെ നടത്തുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. നിങ്ങളെ നടത്തുവാൻ പരിശുദ്ധാത്മാവ് അവിടെ വെളിപ്പെട്ട് വരും. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുക്കണം. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ആരാധന യേശുവേ, ആരാധന യേശുവേ. ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ശക്തമായി തന്നെ വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അതിശക്തമായി തന്നെ ഇന്ന് അനുഭവിക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങൾ ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന യേശുവേ, ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കുന്ന യേശുവേ, ഞങ്ങൾ ഇന്ന് അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ തന്നെ എന്റെ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്ത. രോഗികളായി ഭാരപ്പെടുന്നവർ ഈ നിമിഷം തന്നെ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച്, രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. ആ രോഗം നിങ്ങളുടെ ശരീരം വിട്ട് ഇപ്പോൾ തന്നെ മാറിപ്പോവുക. ആ രോഗശക്തികൾ നിങ്ങളെ വിട്ട് മാറിപ്പോവുക. ആ പ്രതിസന്ധികൾ നിങ്ങളെ വിട്ട് മാറിപ്പോവുക. എല്ലാ ബുദ്ധിമുട്ടുകളും ഈ നിമിഷം മാറിപ്പോകും. കൈവച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാനത് സ്വീകരിക്കുന്നു. ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുന്നു.
ഞാൻ സാമ്പത്തിക നന്മയെ സ്വീകരിക്കുന്നു. ഞാൻ ഉയർച്ചയെ സ്വീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ പേര് ഞാനിങ്ങനെ കേൾക്കുവാണ്. അനാമിക എന്നൊരു പേര് എന്നോട് കർത്താവിനെ പറയാൻ പറഞ്ഞത്. അനാമികയ്ക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ അനാമിക എന്ന് പറയുന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ആ മകളെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, ഇന്ന് മകളുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവെ ഞങ്ങൾ വലിയ വഴി തുറക്കട്ടെ. വലിയൊരു ദൈവപ്രവൃത്തി ആ കുടുംബവുമായി ബന്ധപ്പെട്ട് തുറക്കട്ടെ. ഈ ദിവസങ്ങളിൽ നന്മ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ വേണ്ടി പോവാം. ശരീരത്തിലോട്ട് കൈവച്ചാട്ടെ. യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിലും പ്രവൃത്തിയിലും വിശ്വസിക്കുന്നു. ഈ നിമിഷം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തൊട്ട് അത്ഭുതമാക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. God bless you. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. 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 ഇല്ല ബ്രദറെ. ആമേൻ. 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവിക ആലോചനകളോ ഇടപെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പറയാം. വേഗത്തിൽ ചുരുക്കം വാക്കുകളിലുള്ളവർ പറഞ്ഞാൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പ്രൈസ് ലോർഡ് ബ്രദറെ. ബ്രദറെ, ഞാൻ പറഞ്ഞോ. ചെന്നൈയിലിരുന്ന് ഷീന കേൾക്കുന്നുണ്ടോ ബ്രദറെ? പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ഈ 6-ാം തീയതിയാണ് ഗ്രൂപ്പിലെ കടന്നു വരാൻ കഴിഞ്ഞിട്ടുള്ളത് എനിക്ക്. പിന്നെ ബ്രദർ വിളിച്ചില്ലായിരുന്നു, മോഹൻ എന്നൊരു പേര് പറഞ്ഞില്ലേ? അവര് എന്റെ ഹസ്ബൻഡാണ് ബ്രദറെ. അവര് മിനിസ്ട്രിയിലൊക്കെ വളരെ ഉത്സാഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 2 വർഷം കൊണ്ട് ഒട്ടും ഒരു ഉത്സാഹം ഇല്ലാത്തതുപോലെ. മുമ്പെയൊക്കെ നന്നായി മെസ്സേജ് കൊടുക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ തീരെ ഒരു ഉത്സാഹം ഇല്ലാത്തതുപോലെ. ഇപ്പൊ ബ്രദർ ആ പേര് പറഞ്ഞപ്പോ ഞാനത് ഏറ്റെടുത്തു ബ്രദറെ. കർത്താവ് വലിയ മകന് വേണ്ടി തുറക്കും. ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു. നെറ്റ്വർക്ക് ശരിയല്ലാത്തത് കൊണ്ട് മുഴുവനും കേൾക്കാൻ കഴിഞ്ഞില്ല ബ്രദർ പറഞ്ഞത്. ഇന്നത്തെ ഒന്നും കേട്ടില്ല ബ്രദറെ. ഇന്നത്തെ ഒന്നും കേട്ടില്ല. നെറ്റ്വർക്ക് പാർട്ടിസിപ്പേഷൻ 400 എബോവ് ആയി. അതുകൊണ്ടാണോന്നും അറിയാൻ വയ്യ. ഒന്നും കേൾക്കാൻ ഒത്തില്ല. എന്നിരുന്നാലും ഞാൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ദൈവം എന്തായാലും അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത് റെക്കോർഡ് ആയിട്ടുണ്ട്. ഇതിന്റെ റെക്കോർഡിംഗ് നമുക്ക് യൂട്യൂബിലേക്ക് വരും. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ബ്രദറെ, എന്റെ മോന് 32 വയസ്സായി ബ്രദറെ. ഒരു കല്യാണം ഒന്നും ശരിയായിട്ടില്ല. കുറെ ആലോചനകളൊക്കെ വന്നു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥനയിൽ ഓർക്കണേ. തീർച്ചയായിട്ടും കർത്താവ് അവിടെ ചെയ്യുന്നു. എനിക്കൊരു സാക്ഷ്യമുണ്ടേ പറയാനായിട്ട്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരാഴ്ചയായിട്ടുള്ള ഒരു സിസ്റ്റർ ഇവിടെ കയറാൻ തുടങ്ങിയിട്ട്, ആ സിസ്റ്ററിനെ ഞാൻ ഈ ഗ്രൂപ്പിന്റെ നമ്പർ എടുത്ത് ഞാൻ വിളിച്ചായിരുന്നു കേട്ടോ. അപ്പൊ അവരെങ്ങും പ്രേയറിനൊന്നും പോകുന്ന ആളല്ല, കത്തോലിക്ക ഫാമിലിയാണ്. അപ്പൊ ഞാനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം സിസ്റ്റർ പറഞ്ഞു അവരുടെ വീട്ടിൽ ഒരു പ്രേയർ വെക്കാൻ പറഞ്ഞു. അപ്പൊ നാളെ തൊട്ട് ആ പ്രേയർ അവരുടെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ദൈവത്തിന് നന്ദി, ബ്രദറിനും നന്ദി പറയുന്നു. പറഞ്ഞോട്ടെ. ബ്രദറെ, അനിൽ എന്നുള്ള നാമം പറഞ്ഞില്ലേ? അത് എന്റെ ബ്രദറാണ് അനില്. സഹോദരിക്ക് ഒരു മോളുണ്ടെന്ന് പറഞ്ഞത്. എനിക്കൊരു മോളുണ്ട്. തീർച്ചയായിട്ടും എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നത്. 2 ആഴ്ചയായി ഞാൻ ഈ മീറ്റിംഗിൽ കയറി തുടങ്ങിയിട്ട്. എന്റെ കൈമുട്ടിന് 5-6 മാസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. എന്റെ ഹസ്ബൻഡ് പറയും കുറച്ച് കയ്യിലൊക്കെ പരട്ടിയാൽ മതി, അത് മാറിക്കോളും എന്ന് പറയും. പക്ഷെ എനിക്ക് വേദന കൊണ്ട് ഭയങ്കര വേദനയായിട്ട് ഞാൻ ഇരുന്ന് കരയും, ദൈവസന്നിധിയിൽ കരയും. ബ്രദറിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കിപ്പോൾ പൂർണ്ണ സൗഖ്യം ദൈവം തന്നു. ആമേൻ. തീർച്ചയായിട്ടും നെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ കൃപയാൽ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് പൂർണ്ണ സൗഖ്യത്തെ ഇന്ന് കൊടുത്തു. ആ വേദനയിൽ നിന്നും കർത്താവ് സൗഖ്യം കൊടുത്തതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ, ഞാൻ ഉണ്ടായിരുന്നു. പറഞ്ഞു. ബ്രദറെ, ഞാൻ
ഒരു ബ്രദറെ സെക്കൻഡ്. ഞാന് 2 ആഴ്ചയായി ഇതിനകത്ത് കയറിയിട്ട് ആ കയറിയ സമയം മുതൽ ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. എനിക്ക് എൻ്റെ നെഞ്ചിനകത്ത് വലിയൊരു ഭാരമായിട്ടാണ് ഞാൻ ഈ സൂമിൽ കയറിയത്. ദൈവകൃപയാൽ ഈ സൂമിൽ കയറിയതിന് ശേഷം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഭാരം ഇറങ്ങിപ്പോയി. എനിക്കാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ്. തലമുറകളുടെ വിഷയത്തിലും ഒക്കെ ഞാൻ ഒത്തിരി ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെങ്കിലും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഭാരം ഇറങ്ങിപ്പോയി. എനിക്ക് ഇതിനകത്ത് കയറി ഭയങ്കര അനുഗ്രഹമായി. പിന്നെ എനിക്കാണ് ഗ്യാസിന്റെ അസുഖം ഉണ്ടായിരുന്നു. അതായത് അസ്ഥികളുടെ ഇടയ്ക്കെല്ലാം വാരിയലിന്റെ ഇടയ്ക്കെല്ലാം ഗ്യാസ് കയറിയിരുന്നു. എൻ്റെ ദേഹത്തിന്റെ ശരീരം മൊത്തം അവിടെ സൗഖ്യം കിട്ടി. പിന്നെ ഇന്നലെ രാത്രിയിലാണെങ്കിൽ എനിക്ക് ഉറക്കമില്ല. ഒന്ന് കിടന്ന് ഒഴിവ് ഉറക്കത്തിലാണെങ്കിലും മുട്ടിനധികം വേദനയായിട്ട് ഞാനങ്ങ് ചാടി എഴുന്നേറ്റ്. ആ മുട്ടിന്റെ വേദന മാറുന്നതേ ഇല്ല. എനിക്കിത് നേരത്തെ ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ടാബ്ലറ്റ് കഴിക്കുകയും ഓയിൻമെന്റ് പുരട്ടിയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ആ വേദന വന്നപ്പോൾ ചാടി എഴുന്നേറ്റിരുന്നു. ഒത്തിരി പ്രാർത്ഥിച്ച് അങ്ങനെ അത്ഭുതകരമായ സൗഖ്യം എനിക്ക് തന്നു. യേശുവേ നന്ദി. നന്ദി കർത്താവ്. എന്ന പ്രിയ സഹോദരിയായിട്ട് പറഞ്ഞ പോലെ തന്നെ അത്ഭുതകരമായ സൗഖ്യത്തിന് നന്ദി പറയുന്നു. വചനം കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ എനിക്കൊരു സാക്ഷ്യമുണ്ട് പറയാനായിട്ട്. പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ ബ്രദറെ? പറഞ്ഞു. ഞാൻ 3 ദിവസം കൊണ്ട് ശ്രമിക്കുന്നു പറയാനായിട്ട്. എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ബ്രദറിനോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോ എനിക്ക് പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ വചനം എന്റെ സഹായം എവിടെ നിന്ന് ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവ, ഞാൻ ആ വചനം പറഞ്ഞു തന്നെ ഇരുന്നു. പക്ഷെ അവിചാരിതമായിട്ട് എൻ്റെ ഡോക്ടർ എനിക്ക് കുറെ പൈസ ഇട്ട് വന്നിട്ട് പറഞ്ഞു, കുറെ ദിവസം കൊണ്ട് എന്നെ അലട്ടുന്നു, നിന്നെ വിളിക്കാഞ്ഞിട്ടൊക്കെ എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചു, നീ ഒന്നുകൊണ്ടും വിഷമിക്കണം, നിനക്ക് അത്യാവശ്യമുള്ള പൈസ ഞാൻ ഇട്ട് തരുന്നെന്നും പറഞ്ഞ്. എനിക്കറിയില്ല ബ്രദർ, ഇട്ട് തന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അദ്ദേഹം പോയി എഴുതി കൊടുത്തു. എനിക്ക് വിരോധമില്ല, പോകുന്നത് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അമ്മയും ഞാനും കൂടി പോവാണ്. അപ്പോൾ അങ്ങനെ ദൈവം എനിക്ക് എൻ്റെ പ്രതികൂലങ്ങളെല്ലാം അനുകൂലമാക്കി തന്ന ദൈവത്തിന് 1000 നന്ദി. ബ്രദറിന് പ്രാർത്ഥിച്ച എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പോകുന്ന സ്ഥലം അങ്ങനെയുള്ള സ്ഥലമാണ് എങ്കിലും എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായി. തീർച്ചയായിട്ടും കർത്താവ് അവിടെ ചെല്ലുമ്പോൾ വഴി തുറക്കട്ടെ എന്ന് കേട്ടതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഒരു അത്ഭുതകരമായ പ്രവൃത്തികൾ നിർമ്മിച്ച് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. പറഞ്ഞു. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. കേൾക്കുന്നുണ്ട്. ഇന്നലെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ എത്രയും പെട്ടെന്നൊക്കെ നിർത്തണം പറഞ്ഞല്ലോ സാക്ഷ്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ അത് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ എന്ന് പറയാൻ വെച്ചു. അതിന് ക്ഷമ ചോദിക്കുന്നു ഞാൻ എല്ലാവരോടും. ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മരണ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ തീരെ വയ്യാണ്ടാവുകയാണ്. പോയി വന്ന് വീട്ടിൽ വന്ന് കുളിച്ചു കഴിഞ്ഞാൽ തലകറങ്ങും, തലവേദന വരും, ഫുഡൊന്നും പിടിക്കില്ല. അന്നത്തെ ദിവസം മുഴുവൻ ഭയങ്കര പ്രശ്നമാവും. ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മരണം വീട്ടിൽ പോയി. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കുടുംബമായിരുന്നു. അത് പോയി കഴിഞ്ഞ് വന്ന് അങ്ങനെ കുളിച്ചു വന്ന് അങ്ങനെ പിന്നെ ഞാൻ നല്ല ചൂടായിട്ട് ഒരു കാപ്പിയൊക്കെ വെച്ച് കുടിച്ചു. കാപ്പി കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പ്രാർത്ഥന, സൂമത്തെ പ്രാർത്ഥന എപ്പോഴും യൂട്യൂബിൽ ഞാൻ പിറ്റേ ദിവസം കേൾക്കാറുണ്ട്. നല്ലോണം പോലെ ആവർത്തിച്ച് കേട്ടോണ്ടേയിരിക്കും. അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് പിന്നെ എനിക്കെന്തോ വയ്യ തോന്നിയിട്ട് ആ പ്രാർത്ഥനയും കേട്ടോണ്ട് ഞാൻ അങ്ങനെ കടന്നതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം മുഴുവൻ കിടക്കും. പക്ഷെ ഇന്നലെ ആ കേട്ടതിൽ ഒരു 10 മിനിറ്റേ കിടന്നുള്ളൂ. പെട്ടെന്ന് ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് തലകറങ്ങാൻ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ ഈശോയെ എന്താണ് എനിക്കിങ്ങനെ അറിയില്ല സംഭവിക്കുന്നത് പറഞ്ഞ് പിന്നെ യേശുവിന്റെ രക്തത്താൽ അഭിഷേകം ചെയ്യണമേ, എന്നെ ശക്തിപ്പെടുത്തണേ, എൻ്റെ മേലെ പിശാചി ബന്ധങ്ങൾ കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകണേ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് അറിയില്ല, യേശുവെ എന്നെ ശക്തിപ്പെടുത്തണമേ, എണിച്ച് നടക്കണം, വീടൊന്നും തൂത്തു വാരിയിട്ടില്ല, അതൊക്കെ ഒന്ന് ചെയ്യണം പറഞ്ഞ് ഞാൻ എണീറ്റ് ചുടുവെള്ളമൊക്കെ കുടിച്ച് പിന്നെ തൂത്തൊക്കെ വാരി, പിന്നെ എന്ത് വന്നാലും ശരി ഞാൻ ഫുഡ് എടുത്തു, ഇത് ഞാൻ കഴിച്ചിരിക്കും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ആ ഭക്ഷണം കഴിച്ചു. വലിയൊരു അത്ഭുതമാണ് അവിടെ സൗഖ്യമാണ് നടന്നത്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് പ്രശ്നമായിരിക്കും, തലവേദന, കടുത്ത തലവേദനയായിരിക്കും. പക്ഷെ ഞാൻ തലവേദന, പനി വന്ന ഒന്നും ടാബ്ലറ്റ് ഒന്നും കഴിക്കില്ല. അങ്ങനെ ചുടുവെള്ളം ചുക്ക് കാപ്പി വെച്ച് നിയന്ത്രിച്ച് പോവുകയുള്ളൂ. എനിക്കിഷ്ടമല്ല ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നത്. അങ്ങനെ ഇന്നലെ വലിയൊരു അനുഗ്രഹമാണ് ദൈവം എനിക്ക് തന്നത്. എന്താ കാരണം എന്താ എപ്പോഴും അതെ, മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അനേകം പേര് മരിച്ച അവിടേക്ക് ഞാൻ പോവില്ല. ഞാൻ എന്നിട്ട് ഈ
ആ സൂം മീറ്റിംഗിൽ പ്രാർത്ഥനയെല്ലാം കേട്ടോണ്ട് ശക്തിയുള്ള വചനങ്ങളായിരുന്നല്ലോ, അതെല്ലാം കേട്ടോണ്ടിരുന്ന വലിയൊരു അനുഗ്രഹമാണ് എനിക്കത്. ഇന്നലെ എനിക്കിത് പറയാൻ പറ്റാത്തതുകൊണ്ട് രാത്രിയെല്ലാം എനിക്ക് ടെൻഷനായിരുന്നു. ദൈവമേ, എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ പറഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷം വേറൊരു സാക്ഷ്യം കൂടിയുണ്ട്. ഈ കമ്പിളിപ്പൂച്ചി അറിയാലോ അല്ലെ, കമ്പിളിപ്പുഴു. ഈ മഴക്കാലത്തൊക്കെ കമ്പിളിപ്പുഴു ചാറ്റൽ മഴയായിരുന്നു ഇവിടെ പാലക്കാടൊക്കെ. അപ്പൊ ഈ കമ്പിളിപ്പുഴു നിറയെ വന്നിട്ടുണ്ടായിരുന്നു. അതോ എത്രണ്ണം, ഒരു 100-150 എണ്ണം ഉണ്ടായിരുന്നു. കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അറയ്ക്കും. നമുക്ക് ഛർദിക്കാൻ വരും കാണുമ്പോ തന്നെ. പാമ്പിനെ കൂടി എനിക്ക് അടുത്ത് വന്നാൽ കൂടി പേടിയില്ല. അത്രയും നല്ലൊരു ധൈര്യം ഉണ്ടാവും. പാമ്പ് അടുത്ത് വന്നാലും ഒന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യത്തോടു കൂടി ഇരിക്കും. ഇത് ഈ കമ്പിളിപ്പുഴു എങ്ങനെയെങ്കിലും തുരത്താൻ എന്താ, നമ്മൾ ഹൈറ്റ് ആയിട്ട് എത്തൂല. ഞാൻ ചൂട്ടൊക്കെ കത്തിച്ചിട്ടാണ് അതിനെ കരിയിക്കുക. പക്ഷെ അത് കാറ്റത്ത് പറന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിനകത്തൊക്കെ വരും. ഞാൻ എന്നിട്ട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവിടെ തന്നെ അത് അമർന്നു പോകണം, ഒന്നുകൂടി നമ്മള് ഒരു ഭാഗത്തേക്കും വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. അത് അങ്ങനെ അമങ്ങിപ്പോയി, ഒന്നുപോലും അനങ്ങിയില്ല പറഞ്ഞു. ഞാനിപ്പോ ഇന്നലെ മിനിഞ്ഞാന്ന് ഒന്ന് നോക്കി, എല്ലാം കരിഞ്ഞേ പോയി. വലിയൊരു അനുഗ്രഹമാണ് അവിടെ തന്നത്. ഈ 2 സാക്ഷ്യങ്ങൾ ദൈവം നടത്തിയിട്ട് ഒരുപാട് നന്ദി. നന്ദി കർത്താവ്. പ്രിയ സഹോദരി പറഞ്ഞതുപോലെ തന്നെ കർത്താവ് കൊടുത്ത ആ ഒരു വ്യത്യാസം നന്ദി പറയുന്നു. മരണ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മാത്രമല്ല, ഭാരമായി തന്ന പലപ്പോഴും നമുക്ക് ഭാരമായിട്ടിരുന്ന പല കാര്യങ്ങളും കർത്താവ് ഇന്ന് മാറ്റിക്കൊടുത്തിട്ട് നന്ദി പറയുന്നു. ദൈവം കൊടുത്ത വലിയ സമാധാനത്തിലും സ്വസ്ഥതയ്ക്കും നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. ബ്രദറെ, ഞാൻ എന്റെ മകൾക്ക് ഇന്നലെ പനിയായിട്ട് ഉച്ച കഴിഞ്ഞ് നല്ല പനിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവിന്റെ തിരുമുറിവിനാൽ എന്റെ മകൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പം നല്ല അവൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ അവിടെ ഇങ്ങനെ താമസിക്കുകയാണ്. അന്നേരം ഞാൻ വിളിച്ചവൻ പറഞ്ഞു, അമ്മ ഞാൻ എണീറ്റില്ല, എനിക്ക് പനിയായിട്ടില്ല, ഒരു ചെറിയ ചൂട് പോലെ. ഞാൻ പറഞ്ഞു, മോനെ സാരമില്ല, മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ അമ്മ അത്ഭുതമായിട്ട് എനിക്ക് ഒന്നും എന്റെ ശരീരത്തിൽ പനിയുടെ ഒരു അസ്വസ്ഥതയില്ല, എനിക്ക് റീഡിംഗ് ക്ലാസ്സിന് പോകാൻ പറ്റുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞുള്ള ഒരു റിപ്പോർട്ട് കിട്ടി. ഈ ദൈവവചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ആമേൻ. കർത്താവ് ഇന്ന് കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിന് നന്ദി പറയുന്നു. വചനത്തിന്റെ ശക്തിക്കായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ കേൾക്കാമോ? പറഞ്ഞു. ബ്രദർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, ഞാൻ യൂട്യൂബില് ബ്രദറിന്റെ മെസ്സേജ് കേട്ടോണ്ടിരുന്നത്. അതിൽ പറയുമെന്ന് എന്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയുടെ നന്ദി. അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് തരുന്നത്. എന്റെ മോൻ അമേരിക്കയിലാണ്, അവർ ഫാമിലി ആയിട്ട് അമേരിക്കയിലാണ്. അപ്പൊ അവിടെ മോന് ജോലി ശരിയായില്ല. ആ ധനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞെടുത്ത് ഞാൻ എന്റെ മഹിൽ ബ്രാഞ്ചിന് അവിടെ ഒരു ജോലി വേണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ അവനൊരു ജോലി കിട്ടി. പാസ്റ്റർ ഞങ്ങൾക്ക് തന്ന അറിവിനായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിന്റെ മഹത്വം. നന്ദി കർത്താവെ. തുറന്ന വഴിക്കായി സ്തുതിക്കുന്നു, ജോലിക്കായി സ്തുതിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാൻ സെബിയ, കേക്കാവോ? പറഞ്ഞു ബ്രദറെ. ബ്രദറെ, ഇന്ന് വലിയൊരു ദൈവമഹത്വം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ദൈവകൃപയാൽ വചനം പറഞ്ഞപ്പോഴത്തെ വലിയൊരു മഹത്വമാണ് വെളിപ്പെടുത്തിയ കാര്യം. എന്റെ കൂടെ ജോലി ചെയ്യുന്ന, അത് എന്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുടെ പാസ്പോർട്ട് എക്സ്പയർ ആയിരുന്നു. അത് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഓൾറെഡി വിസ വേണം. വിസ ഉണ്ടെങ്കിൽ മാത്രമേ അത് റിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ. അതുപോലെ കമ്പനിക്ക് ലൈസൻസ് എക്സ്പയർ ആയിട്ട് 1 വർഷമായി, ഇതുവരെ റിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. ഞങ്ങൾ ഇന്നലെ അവിടെ ടൈപ്പിംഗ് സെന്ററിൽ പോയപ്പോൾ അവർ ടൈപ്പ് ചെയ്തിട്ട് പറഞ്ഞു ഇത് നടക്കത്തില്ല, കാര്യം കമ്പനിയുടെ ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിന്റെ അപ്ഡേഷന്റെ പേപ്പറും കൂടെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ പേപ്പർ വർക്ക് ഒന്നും തുടങ്ങിയില്ലായിരുന്നു. ഞാൻ എന്തായാലും കുറച്ച് നാൾക്ക് മുമ്പ് ചെറിയൊരു വർക്ക് തുടങ്ങി, ചെറിയൊരു പേപ്പർ, ഒരു ഡേറ്റ് അപ്ഡേഷന്റെ ഒരു ചെറിയ പേപ്പർ മാത്രമേ എൻ്റെ ഉള്ളായിരുന്നു, ഒരു റിസിപ്റ്റ് പോലുള്ള പേപ്പർ മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തായാലും ദുബായ് കോൺസുലേറ്റിൽ പോയി. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് തന്നെ, രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ തൊട്ട് തന്നെ ദൈവവചനം പറഞ്ഞു, യഹോവേ എനിക്ക് മുമ്പാച്ച് ദുർഘടങ്ങൾ നിരപ്പാക്കുകയും താമ്രപാത്രങ്ങൾ തിരുമ്പോൾ നമ്മൾ ഖണ്ഡിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ ഇങ്ങനെ, ആ വചനം ഇങ്ങനെ പറഞ്ഞ് ദൈവം, ഞാൻ ഈ വചനം പറയുമ്പോൾ അത് അവിടെ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ച്, ആ വിത്ത് വിതയ്ക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ മുളയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ച് കൊണ്ട് ഞാൻ ഇവിടുന്ന് അവിടെ വരെ ചെന്നു. ഞങ്ങൾ കൗണ്ടറിൽ ചെന്ന് അവരെ കാണിച്ചവർ പറഞ്ഞു, ആ പേപ്പർ ഇല്ലാതെ റിന്യൂ ചെയ്യാൻ സാധിക്കത്തില്ല, ആദ്യം കമ്പനിയുടെ ലൈസൻസ് റിന്യൂ ചെയ്തുകൊണ്ട് പോകാം, അതിനുശേഷം പാസ്പോർട്ട് റിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും, പിന്നെ പാസ്പോർട്ടിലും ഫൈൻ ആവും.
എന്തായാലും ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇവിടെ ഈ കോൺസുലേറ്റ് വരുമ്പോഴേ പുള്ളി ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഇസ്രായേലിന്റെ വെളിച്ചം തീയായും അവന്റെ പരിശുദ്ധൻ ജ്വാലയായി ഇരിക്കും, എന്റെ മുള്ളും പറക്കാരെ ദഹിപ്പിച്ചു കളി. ഈ 2 വചനങ്ങളും പറഞ്ഞിങ്ങനെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവകൃപയാല് കോൺസുലേറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു പേപ്പർ പോലും ചോദിച്ചില്ല. പുള്ളി ID ഉണ്ടോ എന്ന് ചോദിച്ചു, ID നോക്കി വെരിഫൈ ചെയ്തു. പുള്ളി പാസ്പോർട്ടിന്റെ ഫോട്ടോ കോപ്പിയിൽ സൈനിങ് ചെയ്ത് എല്ലാം എഴുതി തന്നിട്ട് പറഞ്ഞു കൗണ്ടറിൽ കൊണ്ട് കൊടുത്തോ, റിന്യൂ ചെയ്തോളാം. അങ്ങനെ വലിയൊരു ദൈവമഹത്വം ഇന്ന് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇങ്ങനെ വചനങ്ങൾ പറഞ്ഞത് ബ്രദറിനുള്ള നന്ദിയും ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നു. ഇനി തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി വലിയ ഭാരപ്പെട്ട കാര്യത്തിലൊക്കെ എന്ന കർത്താവ് തുറന്നതിന് നന്ദി, അവരെ സഹായിച്ചതിന് നന്ദി പറയുന്നു. യേശുവേ അങ്ങനെ നാമം ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് ബ്രദറെ ഒരു വിവരം ചോദിക്കട്ടെ. ബ്രദറെ, എനിക്ക് അഭിഷേകം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുള്ള വചനങ്ങൾ എന്ന് പറഞ്ഞുതരാമോ? അഭിഷേകം കിട്ടുന്നതിനുള്ള വചനം. തീർച്ചയായിട്ടും ഇങ്ങനെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം, അങ്ങയുടെ അഭിഷേകത്തിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം. നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ അഭിഷേകത്തിൽ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കേട്ടോ, ചോദിച്ചുകൊണ്ടിരുന്ന കർത്താവ് ചെയ്യും കേട്ടോ. ബ്രദറെ, പറഞ്ഞു. ഞാൻ സുബ്രഹ്മണ്യനാണ്, വയനാട്ടിൽ നിന്ന്. ഹലോ, കേൾക്കുന്നുണ്ടോ? ബ്രദറെ, ഞാനിങ്ങനെ വീട്ടില് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 2019 പ്രളയത്തില് വീടൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു വിഷമത്തിലായിരുന്നു. ഇവിടെ ഞാൻ മ്യൂട്ട് ചെയ്തപ്പോൾ മ്യൂട്ടായി പോയതാണ്. ഫോൺ ആക്കി എല്ലാവരും ഒരേപോലെ മ്യൂട്ടായി പോയി. ബ്രദർ പറഞ്ഞു, മ്യൂട്ട് ആണാക്കി പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രദർ. വയനാട് നിന്ന് സുബ്രഹ്മണ്യം ബ്രദർ ഒന്ന് സംസാരിക്കാമോ? മറ്റുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണേ ബ്രദർ പറഞ്ഞ പോലെ. എനിക്ക് തോന്നുന്നത് കട്ടായി പോയി. ഞാൻ എല്ലാവരും ഒരുമിച്ച് മ്യൂട്ട് ചെയ്ത കൂട്ടത്തിൽ അതേപോലെ മ്യൂട്ടായി പോയി. എനിക്ക് തോന്നുന്നത് ഓണാക്കി സംസാരിക്കട്ടെ. ആണ് ലെഫ്റ്റ് ആയി പോയെന്നൊരു ഡൗട്ട് ഉണ്ട്, കാണുന്നില്ല. ഓക്കെ, മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു. ബ്രദർ, ഞാൻ പറയട്ടെ. പറഞ്ഞു. ഇത് ബ്രദർ ഒരു മോഹന്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ ആ ആലോചന ഏറ്റെടുക്കുന്നെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളിവിടെ UK-യിലാണ്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞ് 2 ഇന്റർവ്യൂ കഴിഞ്ഞ് ഇരിപ്പുണ്ട്. അന്നേരം അതിന്റെ റിപ്ലൈക്ക് വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുക. അന്നേരം ബ്രദർ പറഞ്ഞതുപോലെ ആ നന്മ കിട്ടുമെന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് വാതിൽ തുറക്കും. നന്മ തുറന്നു വരട്ടെ. ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പ്രൈസ് ലോർഡ്. സുബ്രഹ്മണ്യൻ പറഞ്ഞു ബ്രദറെ, കട്ടായി. അപ്പൊ ഞാനിങ്ങനെ മക്കളും കുടുംബമൊക്കെ അങ്ങനെ ലേശം മാറി നിൽക്കുകയായിരുന്നു. അതൊക്കെ ഒരു ഇതായി. ഇന്നലെ ആ പ്രാർത്ഥനയില് 1-ാം തീയതിയിൽ കയറി ഞാൻ യൂട്യൂബിൽ പ്രാർത്ഥിക്കാൻ വന്നു സൂമില്. ഇന്നലെ മെഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം നടന്ന ഇന്നൊരു അത്ഭവം നടക്കുന്ന ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ ഇന്നൊരു അത്ഭവം നടക്കുന്ന ഞാൻ വിശ്വാസത്തോടുകൂടി പറഞ്ഞു. അപ്പൊ മിണ്ടാണ്ട് 2 വർഷമായിട്ട് മാറി നിന്ന മോള് ഇന്നലെ രാത്രി വീട്ടിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു. ഇന്ന് രാവിലെ അവർക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് കോഴിക്കോടേക്ക് പോയി. അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ളവരും കൂടെ ഇന്ന് പ്രാർത്ഥനയിൽ വരണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ചോദിച്ച പ്രാർത്ഥന ഈ കൂട്ടായ്മയിലേക്ക് അവർ വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു വലിയ അത്ഭുതം എൻ്റെ കർത്താവ് മക്കളിൽ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തുതി. തീർച്ചയായും അത് വലിയൊരു അടയാളം തന്നെയാണ്. ബ്രദർ പറഞ്ഞ 2 വർഷമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു അത്ഭുതം നടക്കുമെന്നുള്ള ആലോചന നമ്മൾ ദൂത് ഏറ്റെടുത്തു. അന്ന് തന്നെ അതിന്റെ പിറ്റേ ദിവസം തന്നെ ബ്രദർ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് മോള് വിളിച്ചു.
അത് വലിയ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ആലോചന ചാടി പിടിക്കണം. ആരോട് പറയുന്നുള്ളതല്ല, നിങ്ങൾ ചാടി പിടിച്ചാൽ നിങ്ങളുടെ മേലേക്ക് ആ ആലോചന പ്രവർത്തിക്കുന്നത് പറഞ്ഞത് തന്നെ കർത്താവ് അങ്ങനെ ചെയ്തതിന് സ്തുതി. ഒരു കുടുംബമായിട്ട് വരും. ആ വചനത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞാൻ കുടുംബവും ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്ന വചനത്താൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ബ്രദറെ, എനിക്കൊരു സാക്ഷിയാണ് ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഇന്നലെ ഇതുപോലെ മോള് ബാങ്കിലോട്ട് പോകാൻ നേരത്ത് അങ്ങോട്ട് ഇറങ്ങി ഉടനെ തെന്നി വീണ്. അന്നേരം മോളുടെ ഈ ഫോണും ഉണ്ടായിരുന്നു. പിന്നെ മോള് തെന്നി വീണപ്പം കൈ മുറിഞ്ഞു കേട്ടോ. വെള്ളം തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല നീ പോ. പക്ഷെ ഫോണിന്റെ ഡിസ്പ്ലേ എല്ലാം പോയി, അത് വർക്കാവത്തില്ല. പക്ഷെ കൈ മുറിഞ്ഞത് പ്രശ്നം. അന്നേരം ഞാൻ ഇച്ചിരി എണ്ണ എടുത്ത് കൈവെള്ളയിലോട്ട് തൂത്തിട്ട് ഞാൻ വചനം ചൊല്ലി എന്റെ തിരുമുറിനാൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു വിട്ട് വൈകിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കൈവെള്ളം എടുത്ത് നോക്കിയപ്പോ ആ മുറിവായിട്ടില്ല, അത് കരിയുന്നത് പോലെ ഇരിക്കുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി കർത്താവിന്. ദൈവമക്കളെ തക്ക സമയത്ത് പ്രാർത്ഥിച്ചത് പറഞ്ഞോളെ തന്നെ ഒരു അനർത്ഥവും കൂടാതെ തന്നെ ദൈവം അത് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ബ്രദറെ, കഴിഞ്ഞ ദിവസം ഇവിടെ കൊടുങ്കാറ്റായിരുന്നു. കൂസ്റ്റയില് കൊടുങ്കാറ്റായിരുന്നു. എൻ്റെ മോള് താമസിച്ച അപ്പാർട്ട്മെന്റിൽ മാത്രം കറണ്ട് പോയില്ല, ബാക്കി എല്ലായിടത്തും കറണ്ട് പോയിരിക്കുക. ഇതുവരെ വന്നിട്ടില്ല. അവളുടെ കാറിനോടടുത്ത് വലിയൊരു മതിലിടിഞ്ഞു വീണ കാരണമൊന്നും സംഭവിച്ചില്ല. ഞാൻ ആ സമയത്തെല്ലാം പാമ്പുകളെയും തേളുകളുടെ ആ വചനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്ക് അവിടെ ഇതിങ്ങനെ കാറ്റാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ അന്ന് മുഴുവൻ ഞാൻ ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും ദൈവാത്ഭുതം പ്രവർത്തിച്ചതിന് ദൈവത്തിനും ബ്രദർക്കും ഞാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവെ. മഹത്വം എല്ലാം അങ്ങേക്കുള്ളതാണ്. അപ്പൊ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞതുപോലെ തന്നെ അനർത്ഥം വിട്ടുമാറുന്നു കേട്ടതുപോലെ തന്നെ വലിയ അനർത്ഥത്തിൽ നിന്നും ആ വലിയൊരു പ്രശ്നത്തിൽ നിന്നും കർത്താവ് സൂക്ഷിച്ചതിന് നന്ദി. ആ ഒരു മാതാവ് പ്രാർത്ഥിക്കുമ്പോൾ മകളുടെ ജീവിതത്തിൽ അനർത്ഥം വരുന്ന, പക്ഷെ അത് മാറിപ്പോയി. ആ വലിയ അനർത്ഥത്തെ മാറ്റിയത് നന്ദി കർത്താവെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു വിഷയമുണ്ട്. പിന്നെ എൻ്റെ സഹോദരന്റെ മകൾക്ക് അവന് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, പോളിക്കും കിട്ടിയില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരു അഡ്മിഷൻ കിട്ടത്തക്ക കണക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. രണ്ട് അലോട്ട്മെന്റ് പാനൊക്കെ അടുത്ത എവിടെങ്കിലും കിട്ടുന്നില്ല. പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും കർത്താവെ വാതിൽ തുറന്ന് നന്ദി പറയുന്നു. അത്ഭുതം ചെയ്ത് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തിട്ട് നമ്മള് റിപ്പോർട്ട് ഓക്കെ ആയിട്ട് അപ്പൊ ഞാൻ അങ്ങനെ പോയിട്ട് ഒരുത്തനായിട്ട് ഹോസ്പിറ്റലിൽ സുഹൃത്തിനായിട്ട് ഹോസ്പിറ്റലിൽ പോയിക്ക് അവനൊരു ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുപോയിരുന്നു. അപ്പൊ ഞാൻ പ്രഷർ ജസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പൊ ഏതൊരു 85 ഉള്ളതിന്റെ 100 കാണിക്കുന്നുണ്ട്. അപ്പൊ അവരവിടെ കിട്ടിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്യണം, എന്നിട്ട് പോയാൽ മതിയായിരുന്നു. എന്റെ കയ്യിൽ ചെറിയ ബൈബിൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ വെച്ച് കുറെ പ്രാർത്ഥിച്ചു, കാണൂല, മാറിപ്പോയി. രണ്ടാം പ്രാവശ്യം ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തു. ഒരു അരമണിക്കൂറോടെ നിർത്തി കറങ്ങി ചെക്ക് ചെയ്ത് പിന്നെ കാണുന്നില്ല. ഇതൊക്കെ നോർമലായിട്ട്. ദൈവത്തിന് നന്ദി. നന്ദി കർത്താവിന്റെ പ്രിയമായിട്ടുള്ള സൗഖ്യത്തിന് നന്ദി. ആ റിസൾട്ട് കർത്താവ് തൊട്ടതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ബ്രദറെ, ഹലോ. എന്തോ പറഞ്ഞു? ഇന്നലെ പറഞ്ഞില്ലേ, മാർച്ച് മാസത്തില് 1989 മാർച്ച് മാസത്തിൽ ജനിച്ച ഒരാളെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞായിരുന്നു. അത് എന്റെ മോനാണേ. ഏറ്റെടുത്തോ സിസ്റ്ററെ, ആലോചന ഏറ്റെടുത്തോ. അവന്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ആമേൻ. യേശുവിന്റെ കർത്താവ് ഞാൻ ആലോചനയെ സ്വീകരിക്കും എന്ന് പറയണം. അപ്പൊ തന്നെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിരിക്കരുത്. സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയുക. ബ്രദർ, പറഞ്ഞോ. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നേ ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് റേഞ്ച് കട്ടായി പോകും, അതുകൊണ്ട് പറയാൻ സാധിച്ചില്ല. ആ ഒരു ആന്റണിയുടെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നെന്ന് പറഞ്ഞു.
രണ്ട് തലമുറകളുടെ വിഷയം പറഞ്ഞു. എന്റെ പപ്പയുടെ പേര് ആന്റണി എന്നാണ്. രണ്ട് മക്കളുടെയും ഭാവി ഒരു അടഞ്ഞ അവസ്ഥയിലാണ് വർഷങ്ങളേറെ ആയിട്ട്. ഞാനത് ആ വിഷയത്തെ ഏറ്റെടുക്കുന്നു. ആമേൻ. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി. കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും വചനത്തിലും ബലപ്പെടുക. വാതിൽ ദൈവം തുറക്കും കേട്ടോ. ആമേൻ. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, പറഞ്ഞു. എൻ്റെ മകന് പോളണ്ടിന് പോകാനായിട്ട് എല്ലാം കൊടുത്തിട്ടിരിക്കുന്ന, അവന് വർക്ക് പെർമിറ്റും വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു ഡേറ്റ് ഇല്ല. ഇപ്പൊ അവന്റെ അടുത്ത മാർച്ച് വരത്തേക്കിനാ ഉള്ളത്. അപ്പൊ ഇതുവരെ ഒരു ഡേറ്റ് കിട്ടിയിട്ടില്ല. അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ വഴി തുറന്നതിന് നന്ദി. എല്ലാ തടസ്സവും മാറ്റിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷി സമയത്ത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ അയക്കുക. സാക്ഷ്യങ്ങൾ ആരെങ്കിലും ഉണ്ടോ പറയാൻ? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഹലോ പറഞ്ഞു. ഹലോ ബ്രദർ, എന്റെ ലെഫ്റ്റ് സൈഡ് കഴുത്തിന്റെ അവിടെ ചെറിയ ഈ പാലുണ്ണി മാതിരി ഒരു 5-6 ഉണ്ടായിരുന്നു. അപ്പോ അത് ഒരു മാസമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ ഭയങ്കര ചൊറിച്ചിലൊക്കെ. ഞാൻ അത്ര ശ്രദ്ധിച്ചൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. കഴുത്തിൽ ഈ ചെയിൻ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പൊ ഈ താലി നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ടും ഭയങ്കര ഇച്ചിങ് ആയിരുന്നു. അപ്പോ ഞാൻ ഈ പ്രാർത്ഥന കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. യേശുവിന്റെ തിരുമുലാൽ അവിടെ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ ഒന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ അവിടുന്ന് പോയിരിക്കുന്നു. നന്ദി കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി. യേശു പറഞ്ഞത് തന്നെ സൗഖ്യമാക്കിയത് നന്ദി. അത് ഇനിയും അനേകരെ സൗഖ്യമാക്കാനുള്ള കൃപയായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ വാട്സപ്പിൽ ഇട്ടിരുന്നു. അതും ബ്രദർ നോക്കിയിട്ടില്ല. നാളെ ഡോക്ടർക്ക് കൊണ്ടുപോകണം. കേട്ടില്ല. ഞാനൊരു പ്രാർത്ഥന വിഷയം ഈ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. നാളെ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. ഐശ്വര്യത്തിനുള്ള പ്രാർത്ഥന വിഷയമാണ്. പ്രാർത്ഥിക്കണം. നാളെ മോനെ ഡോക്ടറെ കാണിക്കാനാണ് പ്രാർത്ഥന വിഷയം. ഡോക്ടറെ കാണിക്കാനാണ്. അതിന് നാളെയാണ് ഡോക്ടറെ കാണിക്കാൻ പോകുന്നത്. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നാളെ ചെല്ലുമ്പോൾ ഞങ്ങളോട് അത്ഭുതം കാണും. യേശുവിന്റെ നാമത്തിൽ അതിശയകരമായി തന്നെ ദൈവിക ഇടപെടലുണ്ടാവും. ഡോക്ടർ തന്നെ അതിശയിക്കുന്ന രീതിയിൽ കർത്താവിന്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു പ്രാർത്ഥനാ വിഷയം പറയാനുണ്ട്. എനിക്കാണെങ്കിലേ എന്റെ 2 കാലിന്റെ പത്തിക്കും ഭയങ്കര പെരുപ്പാണ്. ആ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? കൈയോടെ വെച്ചു. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നതിന് നന്ദി പറയുന്നു. കർത്താവിന് തൊട്ടതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നമുക്ക് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ലൈവിലും ഒക്കെ കാണുന്നത് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വൻ കാര്യങ്ങളെ കർത്താവ് നിങ്ങളുടെ നടുവിൽ ചെയ്യും.